ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ വകയുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോ ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2. നമുക്ക് കാർഡ് നമ്പർ 1 ഞാൻ ഇതാണ് വയ്ക്കുന്നത്, കാർഡ് നമ്പർ 2 ഞാൻ ഇതാണ് വയ്ക്കുന്നത്. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ. അപ്പോൾ കാർഡ് നമ്പർ 1-നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ടുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എന്താണ് ദൈവത്തിൻ്റെ മെസ്സേജ് എന്ന് നോക്കാം. എന്താണ് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. നിങ്ങൾ ഭയങ്കര അധികം ഒരു മുരടിപ്പ് സ്വഭാവത്തിലേക്ക് പോവാതെ കുറച്ചൊക്കെ ഒരു സിറ്റുവേഷനിൽ ലവ് കൊണ്ടുവരിക. ദയയോടെയും കരുണയോടെയും സ്നേഹത്തോടെയും പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഒരു പേഴ്സണൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെസൊല്യൂഷനിലേക്ക്, അത് പരിഹാരത്തിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഐ സറണ്ടർ ടു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ എന്ന് കമൻറ്റ് ചെയ്യുക. കാർഡ് നമ്പർ 2-ൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് 9 ഓഫ് പാൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായും മെച്ചമാണ്, അല്ലാതെ മൊത്തത്തിൽ ഒരു സന്തോഷമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് കാണുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല. എങ്കിൽ പോലും ഹാപ്പി ആയിട്ടിരിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളതാണല്ലോ. അതിനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പോസിറ്റീവ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.